Hi all, welcome to I Plus. ഞാൻ അക്ഷര. നമുക്ക് C2 എക്സാമിനേഷൻ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള സയൻസ് സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കഷന് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ C2 സയൻസ് എടുത്തവർ മാത്രമാണ് ഈ വീഡിയോ കാണേണ്ടതല്ല. നമുക്ക് കോമൺ ആയിട്ട് കേരറ്റിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എക്സാംസിന് ചോദിക്കുന്നതാണ്. ആരും സ്കിപ്പ് ചെയ്യേണ്ട റീസെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം: A sample of soil mixed with the water turns pH paper yellowish orange. Which of the following would now change the color of the pH paper to bluish? അപ്പോൾ നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പഠിച്ചിട്ടുള്ള ആസിഡും ബേസും pH പേപ്പറും അതൊക്കെയാണ്. പക്ഷേ അതിനൊരു പുതിയ രീതിയിൽ ഇത്തിരി ഭംഗിയായിട്ട് ചോദിച്ചേക്കുവാണ്. ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ, എന്താ സോയിലിനെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്തു pH പേപ്പർ. അപ്പം ആ ഒരു സൊല്യൂഷനിൽ pH പേപ്പറിന് എന്ത് സംഭവിക്കുന്നു? യെല്ലോയിഷ് ഓറഞ്ച് കളറായി. അങ്ങനെയാണെങ്കിൽ which of the following would now change the color of the pH paper to bluish? pH പേപ്പറിനെ ബ്ലൂയിഷ് കളർ ആക്കുന്നത് എന്തായിരിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇല്ലെങ്കിലും ചോദ്യത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. നമുക്കൊരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് അങ്ങനെ ചില കൺസെപ്റ്റുകൾ കൊടുക്കുന്നത്. അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ചോദ്യങ്ങൾ വായിക്കുമ്പം എല്ലാ ഇൻഫർമേഷനും അതിൽ നമുക്ക് ആവശ്യമുള്ളതല്ല, ആവശ്യമുള്ളത് മാത്രം എടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് ഇത്രയേ ഉള്ളൂ. എന്താണ്? വാട്ട് വുഡ് ചേഞ്ച് ദ കളർ ഓഫ് ദ pH പേപ്പർ ബ്ലൂ? pH പേപ്പറിനെ ബ്ലൂ ആക്കുന്നത് എന്താണ് എന്ന് മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമുക്ക് എന്താ മനസ്സിലാക്കണം? ബേസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. മിൽക്ക് ഓഫ് മഗ്നീഷ്യ, ലെമൺ ജ്യൂസ്, വിനെഗർ, കോമൺ സോൾട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിക് നേച്ചറിലുള്ളത് എന്താണ്? അവിടെ നമുക്ക് മനസ്സിലാക്കാം, മിൽക്ക് ഓഫ് മഗ്നീഷ്യ ആണ് അല്ലേ. മിൽക്ക് ഓഫ് മഗ്നീഷ്യ ബേസിക് ഇൻ നേച്ചർ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഇറ്റ് ടേൺസ് pH പേപ്പർ ബ്ലൂ. pH പേപ്പറിനെ ബ്ലൂ കളറാക്കി മാറ്റും. അപ്പോൾ നമുക്ക് പണ്ടേ അറിയാവുന്ന ഒരു കാര്യമാണല്ലേ, എന്താ? ബേസ് ആണെങ്കിൽ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കും? ബ്ലൂ ആക്കും. തിരിഞ്ഞു പോവാതിരിക്കുക, നമ്മൾ പണ്ടേ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്, ആസിഡ് എന്ന് പറയുമ്പോൾ ഡേഞ്ചർ, റെഡ് എന്ന് നമ്മൾ കണക്ട് ചെയ്യും. ആസിഡിലാണെങ്കിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിന് എന്ത് സംഭവിക്കും? ആ ഡേഞ്ചർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റെഡ് ആയിട്ട് മാറും. ബേസ് ആണെങ്കിൽ എന്ത് ചെയ്യും? റെഡ് കളറിനെ ബ്ലൂ ആക്കി മാറ്റും. ഇനി ബേസ് ബ്ലൂ കളർ ആണെങ്കിൽ പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വരത്തില്ല. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആണെങ്കിൽ ചേഞ്ച് ഒന്നും വരില്ല. ആസിഡിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്താലും ചേഞ്ച് വരത്തില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ചേഞ്ച് കാണാൻ കഴിയാം? ബേസിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്താൽ അത് ബ്ലൂ ആയിട്ട് മാറും. ആസിഡിൽ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്താൽ റെഡ് ആയിട്ട് മാറും. ഇവിടെ നമുക്ക് ആ ഒരു കൺസെപ്റ്റേ ഉള്ളായിരുന്നു. ഇവിടെ കൂടുതൽ ബേസ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ബേസ് ചെയ്തായിരുന്നു മിൽക്ക് ഓഫ് മഗ്നീഷ്യ ആയതുകൊണ്ട് മിൽക്ക് ഓഫ് മഗ്നീഷ്യ ഈസ് ബേസിക് ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് ടേൺസ് pH പേപ്പർ ബ്ലൂ. അടുത്ത ചോദ്യം: which of the following statement about the sequence of events in a sexual reproduction in a flower is correct? ഫ്ലവറിൽ സെക്ഷൽ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ സീക്വൻസ് ആയിട്ട് തന്നേക്കുവാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് സീക്വൻസ് എന്ന് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ പ്ലാന്റ് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അറിയാം, സെക്ഷൽ റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും പോസിബിൾ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എടുക്കുമ്പോൾ ആ ഒരു ഫ്ലവേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള 4 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. Seedlings are formed after pollination and before development of embryo. സീഡ്ലിംഗ് ഫോം ചെയ്യുന്നത് എന്താണ്? പോളിനേഷന് ശേഷമാണ്, പക്ഷേ ബിഫോർ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോ ഡെവലപ്മെന്റിന് മുമ്പാണ്. എംബ്രിയോ ഈസ് ഫോംഡ് ബിഫോർ പോളിനേഷൻ ആൻഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. എംബ്രിയോ ഫോം ചെയ്യുന്നത് പോളിനേഷന് മുമ്പാണ്, എന്നാൽ ഫെർട്ടിലൈസേഷന് ശേഷമാണ്. Seedlings are formed after pollination and development of embryo. സീഡ്ലിങ്സ് പോളിനേഷനും ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോയ്ക്ക് ശേഷവുമാണ് ഉണ്ടാവുന്നത്. ഫൈനലി എംബ്രിയോ ഈസ് ഫോംഡ് ആഫ്റ്റർ പോളിനേഷൻ ആൻഡ് ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സ്. എംബ്രിയോ ഫോം ചെയ്യുന്നത് പോളിനേഷന് ശേഷമാണ് ആൻഡ് ഫോർമേഷൻ ഓഫ് സീഡ്ലിങ്സിനും ശേഷമാണ് എംബ്രിയോ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു കൺഫ്യൂഷൻ തോന്നുന്നു, ഇതിപ്പോൾ ഏതാണ് ആദ്യം നടക്കുക, ഏതാണ് പിന്നെ നടക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ മുൻ അറിവുകളുണ്ടല്ലോ, പ്രീവിയസ് നോളജും, അത് വെച്ചിട്ട് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ നോക്കണം. എന്തൊക്കെയാണ്? സീഡ്ലിങ്സ് വരുന്നുണ്ട്, ദെൻ എന്താ? പോളിനേഷൻ വരുന്നുണ്ട്.
ഫെർട്ടിലൈസേഷൻ വരുന്നുണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ. 4 കാര്യങ്ങളല്ലേ വരുന്നത്. ഇതിൽ ആദ്യം ഏത് അങ്ങനെ കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ച് ഈ 4 എണ്ണത്തെ ഒന്ന് അറേഞ്ച് ചെയ്യാം. എന്നിട്ട് അതുമായിട്ട് ചേരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് നോക്കാം. അല്ലാതെ ഈ 4 സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ തുറച്ച് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഉത്തരം കണ്ടുപിടിക്കുക ഇത്തിരി പാടാണ്. ഇപ്പം നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ, ബോട്ടണി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാം. പക്ഷേ മറ്റൊരു സബ്ജക്റ്റ് പഠിച്ചവരാണെങ്കിൽ പെട്ടെന്ന് എന്താണ് നമുക്കൊരു കണക്ഷൻ കിട്ടണമെന്നില്ല അല്ലേ. ഈ ഒരു എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് സീറ്റഡ് എക്സാമിനേഷൻ ആണെങ്കിലും കേട്ടിട്ടാണെങ്കിലും എല്ലാവർക്കും എഴുതാനുള്ളതാണ്. അപ്പം ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല, അതുകൊണ്ട് ഞാൻ സയൻസ് അറ്റൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നോക്കാം, ഈ 4 കാര്യങ്ങളെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യണം. എങ്ങനെയാണ്? ആദ്യം പോളിനേഷൻ സംഭവിക്കുന്നു, പോളിനേഷന് ശേഷം ഫെർട്ടിലൈസേഷൻ. ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എംബ്രിയോ ഡെവലപ്പ് ആകുന്നു. എംബ്രിയോ ഡെവലപ്പ് ചെയ്ത ശേഷം എന്താണ്? സീഡ്ലിംഗ് ഫോർമേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കാലോ. പോളിനേഷൻ, ഫെർട്ടിലൈസേഷൻ, എംബ്രിയോ ഡെവലപ്മെൻറ്റ്, സീഡ്ലിംഗ് ഫോർമേഷൻ. ഇനി നമുക്ക് അതുമായിട്ട് ചേരുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഉത്തരം കിട്ടും. എന്താണ്? സീഡ്ലിങ്സ് ആർ ഫോംഡ് ആഫ്റ്റർ പോളിനേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ. സീഡ്ലിങ്സ് എപ്പോഴാണ്? പോളിനേഷന് ശേഷം, ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോയിന് ശേഷമാണ് എന്ത് സംഭവിക്കുക? സീഡ്ലിങ്സ് ഉണ്ടാവുക. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ നടക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മുമ്പായിട്ട് എന്ത് നടക്കണം? ഫെർട്ടിലൈസേഷൻ നടക്കണം. അത് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ആണ്. അപ്പോൾ ആ ഒരു പോയിന്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ്? സീഡ്ലിങ്സ് ആർ ഫോംഡ് ആഫ്റ്റർ പോളിനേഷൻ. നമുക്ക് പിന്നെ എന്ത് പറയാം? ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോ. പോളിനേഷനും കഴിഞ്ഞ് ഫെർട്ടിലൈസേഷനും കഴിഞ്ഞ് ഡെവലപ്മെൻറ്റ് ഓഫ് എംബ്രിയോയും കഴിഞ്ഞിട്ടാണ് എന്ത് ഫോം ചെയ്യുക? സീഡ്ലിങ്സ് ഫോം ചെയ്യുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ് എ കറക്റ്റ് സയന്റിഫിക് അനലോഗി? കറക്റ്റ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് അനലോഗി ഈ കൂട്ടത്തിൽ ഏതാണ്? Pure gold is as soft as butter. Mitochondria is the powerhouse of a cell. Fuel burns like a fire. Battery is the flashlight as headlight is to car. നോക്കി കറക്റ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് അനലോഗി നമ്മൾ പല അനലോഗിയും പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു അനലോഗി ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ചെറിയ ക്ലാസ്സിൽ സെല്ല് പഠിച്ചപ്പോൾ തന്നെ നമ്മൾ അനലോഗി എന്തെന്നറിയും മുമ്പേ തന്നെ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. എന്താ? മൈറ്റോകോൺഡ്രിയ ഈസ് ദ പവർ ഹൗസ് ഓഫ് എ സെൽ. സെല്ലിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് എന്താണ്? മൈറ്റോകോൺഡ്രിയ ആണ്. ബാക്കി കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്യുവർ ഗോൾഡ് ബട്ടർ പോലെ സോഫ്റ്റ് ആണ്. ഫ്യൂവൽ ബേൺസ് ലൈക്ക് എ ഫയർ. തീ പോലെ എന്താണ്? ഇന്ധനം കത്തും. ബാറ്ററി ഈസ് ടു ഫ്ലാഷ് ലൈറ്റ്, ഹെഡ്ലൈറ്റ് ഈസ് ടു കാർ. ബാറ്ററിക്ക് എങ്ങനെയാണോ ഫ്ലാഷ് ലൈറ്റ്, അതുപോലെയാണ് കാറിന് ഹെഡ്ലൈറ്റ്. ഇതൊന്നും അത്ര എന്താണ് ഒരു കറക്റ്റ് അനലോഗി അല്ല. പക്ഷേ നമുക്ക് എന്താ സയൻറ്റിഫിക് ആയിട്ടുള്ള അനലോഗിയാണ് എന്താ? മൈറ്റോകോൺഡ്രിയ ഇസ് ദ പവർ ഹൗസ് ഓഫ് എ സെൽ എന്ന് പറയുന്നത്. എന്താ കാര്യം? മൈറ്റോകോൺഡ്രിയ പ്രൊഡ്യൂസ് എനർജി അല്ലെ, ATP കോയിൻസ് ആയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ പവർ ഹൗസ് സപ്ലൈസ് എനർജി. പവർ ഹൗസ് എങ്ങനെയാണോ എനർജി സപ്ലൈ ചെയ്യുന്നത്, അതുപോലെ എന്താണ് സെല്ലിലുള്ള ഒരു സെൽ ഓർഗനലായ മൈറ്റോകോൺഡ്രിയ ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എനർജി, ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ മൈറ്റോകോൺഡ്രിയ ഇസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് നമുക്ക് പറയാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ലൈക്ലി ടു ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ? സോയിൽ ഫെർട്ടിലിറ്റിയെ ഇൻക്രീസ് ചെയ്യുന്നതിൽ പങ്കില്ലാത്തതും. 3 കാര്യങ്ങൾക്ക് പങ്കുണ്ടെന്നും 1 പങ്കില്ലാന്നും നമുക്ക് മനസ്സിലാക്കണം. ആ പോയിന്റ് ഏതെന്ന് കണ്ടുപിടിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഫെർട്ടിലൈസേഴ്സ് ബൈ ഓർഗാനിക് മാനോ. ഫെർട്ടിലൈസേഴ്സിന് പകരമായിട്ട്, കെമിക്കലായിട്ടൊക്കെയുള്ള ഫെർട്ടിലൈസേഴ്സിന് പകരമായിട്ട് എന്ത് കൊടുക്കാം? ഓർഗാനിക് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള മാനോസ് യൂസ് ചെയ്യാം. കൗഡങ്ങ് പോലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. ലീവ് ദ ഫീൽഡ് അൺകൾട്ടിവേറ്റഡ് ബിറ്റ്വീൻ 2 ക്രോപ്സ്. 2 ക്രോപ്സുകളുടെ ഇടയിലായിട്ട് കുറച്ച് സമയം എന്താണ്? ലാൻഡ് അൺകൾട്ടിവേറ്റഡ് ആയിട്ട്, കൾട്ടിവേഷൻ ഒന്നും നടക്കാതെ വെറുതെ ഫ്രീ ആയിട്ടിടുക. ഗ്രോ ഡിഫറെൻറ്റ് ക്രോപ്സ് ആൾട്ടർനേറ്റീവ്ലി എവറി സീസൺ. ഓരോ സീസണിലും ഒരേ ക്രോപ്പ് തന്നെ കൊണ്ടുവരാതെ എന്താണ്? ആൾട്ടർനേറ്റീവായിട്ട് 2 ക്രോപ്സ് യൂസ് ചെയ്യാം. ദെൻ മെയിൻറ്റെയിൻ മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്രോപ്സ് വൈൽ സോയിങ്. സോ ചെയ്യുന്ന സമയത്ത്, വിതയ്ക്കുന്ന സമയത്ത് എന്താണ്? ഈ ക്രോപ്സിൻ്റെ ഇടയിൽ മിനിമം ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ 3 പോയിന്റും നമ്മൾ മാന്യൂർ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. കെമിക്കൽ ഫെർട്ടിലൈസറിനെ മാന്യൂർ കൊണ്ട് റീപ്ലേസ് ചെയ്താൽ തീർച്ചയായിട്ടും സോയിൻ്റെ ഫെർട്ടിലിറ്റി വർദ്ധിക്കുന്നതാണ്. പിന്നെ അതുപോലെ ഇടയ്ക്ക് എന്താണ്? 2 ക്രോപ്സിൻ്റെ ഇടയിൽ ഒരു ഇടവേള കൊടുക്കുന്നത് ഫെർട്ടിലിറ്റി, അത് അവിടെ നമുക്ക് എന്താണ്? ഒന്ന് റീപ്ലെനിഷ് ചെയ്ത് വരാനായിട്ടുള്ള സമയം കൊടുക്കാനുള്ള ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു സീസണിൽ തന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ക്രോപ്സ് കൊടുക്കുന്നത് ഫെർട്ടിലിറ്റിയെ റീപ്ലേസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. പക്ഷേ നമ്മൾ സോ ചെയ്യുന്ന സമയത്ത്, വിതയ്ക്കുന്ന സമയത്ത് ക്രോപ്സിൻ്റെ ഇടയിലെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പ്രയോജനം ആർക്കാണ്? ആ ഒരു ക്രോപ്പിനാണ്. അത്രയും അധികം എന്താണ്? ന്യൂട്രിയൻസും വാട്ടറും അതിന് വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. അല്ലാതെ മണ്ണിൻ്റെ ആ ഒരു ഫെർട്ടിലിറ്റി അത് ബാധിക്കുന്നില്ല. അപ്പോൾ അതാണ് നമുക്ക് എന്താ
കറക്റ്റായിട്ട് വരുന്ന ആൻസർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ലൈക്ലി ടു ഹാപ്പൻ വെൻ ക്ലോറിൻ ഗ്യാസ് ഇസ് ആഡഡ് ടു ദ സൊല്യൂഷൻ ഓഫ് സോഡിയം ബ്രോമൈഡ്? നമ്മൾ കെമിസ്ട്രിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള റിയാക്ഷൻസ് പഠിച്ച സമയത്ത് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. പഠിച്ച ഒരു റിയാക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദിച്ചേക്കുവാണ്. എന്താ? സോഡിയം ബ്രോമൈഡിലോട്ട് ക്ലോറിൻ ഗ്യാസ് കടത്തി വിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? Sodium chloride is formed through displacement reaction. Pure sodium is obtained through sublimation. Sodium chloride is formed through decomposition. No reaction will take place. അപ്പോൾ no reaction will take place എന്നുള്ളത് ഇവിടെ വരത്തില്ല. കാരണം എന്താണ്? ഇവരൊക്കെ ഹാലോജൻസ് ആണ്. റിയാക്ഷൻ നടക്കുമെന്ന് നമുക്കറിയാം. ഇനി സബ്ലിമേഷൻ, ഡീകമ്പോസിഷൻ, ഇവിടെ അങ്ങനെ സബ്ലിമേഷനോ ഡീകമ്പോസിഷനോ ഒന്നും നടക്കാൻ സാധ്യതയില്ല. ആ കൂടെ നടക്കാൻ സാധ്യതയുള്ള എന്താണ്? അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒബ്വിയസ്ലി അവിടെ എന്തൊരു പ്രോഡക്റ്റ് ഉണ്ടാകും. പിന്നുള്ള ഒരു കാര്യം, അത് ഗ്യാസ് ആയിട്ട് റിലീസാകും. എന്താണെന്ന് നമുക്ക് നോക്കാം. ക്ലോറിനും ബ്രോമിനും അയഡിനും നമുക്കറിയാം ഹാലോജൻസ് ആണ്. അവയെ മൂന്നിൻ്റെയും അതിൻ്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും റിയാക്റ്റീവ് ആരാണ്? ക്ലോറിനാണ്. അതിലും റിയാക്ടിവിറ്റി കുറവാണ് ബ്രോമിനും, അതിലും കുറവാണ് അയഡിനും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ക്ലോറിനും സോഡിയം ബ്രോമൈഡും കൂടെ നിൽക്കുന്ന സമയത്ത് എന്താ ചെയ്യുക? ഈ ബ്രോമിനെ എന്ത് ചെയ്യും? ഈ ക്ലോറിൻ വന്നങ്ങ് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് അവൻ്റെ സ്ഥാനത്ത് വന്ന് നിൽക്കും. പിന്നെ ഈ 2NaBrഉം 2NaClഉം വരുന്നതിൻ്റെ കാര്യം അവിടെ ഇക്വേഷൻ ബാലൻസ് ചെയ്യാനായിട്ട് കൊടുത്തേക്കും കേട്ടോ. അത് കാര്യമാക്കണ്ട. അപ്പം നോക്കിക്കേ, ഈ ബ്രോമിൻ ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ട് ആ ബ്രോമിനെ അവിടെ ഡിസ്പ്ലേസ് ചെയ്തിട്ട് ആ സ്ഥാനത്ത് ആര് കയറി വരും? ക്ലോറിൻ വരും. ക്ലോറിൻ എന്താണ്? റിയാക്ടിവിറ്റി കൂടുതലാണ്. സിൻസ് ക്ലോറിൻ ഇസ് മോർ റിയാക്റ്റീവ് ദാൻ ബ്രോമിൻ, ഡിസ്പ്ലേസ് ബ്രോമിൻ. ബ്രോമിനെ അവിടുന്ന് ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ ബ്രോമിൻ ഒറ്റയ്ക്കായില്ലേ? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ബ്രോമിൻ അവിടെ പുറത്തോട്ട് പോയി. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലോറിൻ ഡിസ്പ്ലേസ് ബ്രോമിൻ ഫ്രം സോഡിയം ബ്രോമൈഡ്. സോഡിയം ബ്രോമൈഡിൽ നിന്ന് എന്ത് ചെയ്യും? ബ്രോമിനെ അങ്ങ് പുറത്താക്കും. എന്നിട്ട് ആ സ്ഥലത്ത് ആര് വരും? ക്ലോറിൻ വരും. അപ്പോൾ അതെന്തായിട്ട് മാറും? സോഡിയം ക്ലോറൈഡ് ആയിട്ട് മാറും. ദെൻ ബ്രോമിൻ അത് ഗ്യാസ് ആയിട്ട് അത് റിലീസ് ചെയ്ത് പോകും. അപ്പോൾ അതെന്ത് റിയാക്ഷനാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോഴേ ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാണ്, ഓർത്ത് വെക്കണം. ആ ഒരു ഓർഡർ നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ സോഡിയം ക്ലോറൈഡ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ക്ലോറിൻ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ ബ്രോമിൻ ആൻഡ് ഡിസ്പ്ലേസ് ഇറ്റ് ഫ്രം സോഡിയം ബ്രോമൈഡ്. അതാണ് നമുക്ക് കറക്റ്റ് ആൻസർ അവിടെ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യാം. മറ്റൊരു സെക്ഷനുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.